പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ പരിചിന്തനം ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. കാരുണ്യവാനായ പിതാവേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല ദിവസത്തെ ഓർത്ത്, ഞങ്ങളെ നീ ഓരോ ദിവസവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത്, നിൻ്റെ പ്രിയപുത്രനായ യേശുവിനെ ഞങ്ങളെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിനക്ക് നന്ദി പറയുന്നു. പിതാവേ, നീ ഞങ്ങളോടുകൂടി എപ്പോഴും ആയിരിക്കുവാൻ വേണ്ടി നിൻ്റെ പുത്രനെ അയക്കുകയും നിൻ്റെ അരൂപി അയച്ചു തരികയും ചെയ്തുവല്ലോ. ഈ പുത്രൻ്റെ സാന്നിധ്യവും ഈ അരൂപിയുടെ പ്രചോദനവുമെല്ലാം നീ ആരെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. കർത്താവേ, നീ ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചു. വിശുദ്ധ കുർബാനയിൽ നീ എപ്പോഴും ഞങ്ങളോടുകൂടി ആയിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ തന്നെ ഭാഗമായി തീരുകയും ചെയ്യുന്നു. കർത്താവേ, ഇതിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട്, നീ ആരെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ എപ്പോഴും മധ്യസ്ഥം അപേക്ഷിക്കണമേ. നിൻ്റെ പുത്രനെ ഞങ്ങൾ തിരിച്ചറിയുന്നതിനായി. ആമേൻ. ഇന്നത്തെ നമ്മളുടെ ഈ പരിചിന്തനം ആരംഭിക്കുന്നത് ചെറിയൊരു സുവിശേഷ ഭാഗത്തോടു കൂടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്: യേശുവിൻ്റെ മരണത്തിന് ശേഷം 1-2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. അവരാകെ നിരാശയിലാണ്. തങ്ങളുടെ റബ്ബി പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മരിച്ച ശേഷം അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ നിരാശരായി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയോടുകൂടി അവരുടെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരികെ പോവുകയാണ്. തങ്ങളുടെ മുൻപുണ്ടായിരുന്ന ജോലിയിൽ വ്യാപൃതരായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന ആ ശിഷ്യന്മാരുടെ കൂടെ യേശു കൂടുകയാണ്. അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. യേശുവിനെ യഹൂദന്മാർ പിടിച്ചു കെട്ടിയതും കൊല്ലാൻ വിധിച്ചതും കുരിശിൽ തറച്ചതുമെല്ലാം. അങ്ങനെ പോകുന്ന ആ ശിഷ്യന്മാരുടെ കൂടെ കൂടിയ യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതേക്കുറിച്ചാണ് സുവിശേഷൻ പറയുന്നത്. അവനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു വാചകമാണിത്. പലപ്പോഴും എൻ്റെ ചിന്തയിൽ പലപ്പോഴും പൊന്തി വരുന്നൊരു ചോദ്യമുണ്ട്. 3 കൊല്ലം കൂടെ നടന്നിട്ട് കേവലം 3 ദിവസം പോലും ആകാത്ത അവസ്ഥയിൽ എങ്ങനെ ശിഷ്യന്മാർക്ക് യേശുവിനെ മറക്കുവാൻ കഴിഞ്ഞു? എന്തുകൊണ്ടവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? സുവിശേഷങ്ങൾ അതിന് കൃത്യമായ ഉത്തരവൊന്നും തരുന്നില്ല. പക്ഷേ വിവരണത്തിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിൻ്റെ കാരണം ഒരുപക്ഷെ അവനെന്ന ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞില്ല എന്നായിരിക്കണമെന്നില്ല. പക്ഷേ ഇപ്രകാരം പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കേണ്ടി വരുന്ന ഒരു മിശിഹായെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതായിരിക്കും അതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ 3 വർഷം പറഞ്ഞിട്ടൊന്നും ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ വചനങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലായില്ല. അവനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കാം? കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. മൂടപ്പെടണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ. എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടാണ് കണ്ണ് മൂടപ്പെടേണ്ടത്. നമ്മുടെ മുഖത്തൊരു തുണിയിട്ടാൽ പിന്നെ നമുക്ക് മറ്റാരെയും കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ഇതുപോലെ തന്നെ അവരുടെ കണ്ണിൽ എന്തോ കൊണ്ടൊരു മറയുണ്ടായിരുന്നു. ആ മറ എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
അത് മാറ്റുമ്പോഴേ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ബേത്ലഹേമിൽ ജനിച്ച, കാലിത്തൊഴുത്ത ജനിച്ച ലോകരക്ഷകനെ എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റി? ലോകരക്ഷകനാണ് ജനിച്ചതെന്ന് കേവലം ഏതാനും ആട്ടിടയന്മാരാണ് അത് മനസ്സിലാക്കിയത്. പിന്നെ കുറച്ച് പേര് മനസ്സിലാക്കി. 3 ജ്ഞാനികൾ, അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു. ഇങ്ങനെ വളരെ കുറച്ച് പേർക്ക് യേശുവിനെ അന്ന് രക്ഷകനായി മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. യേശുവിനെ മനസ്സിലാക്കണമെങ്കിൽ കാത്തിരിക്കണം. ജെറൂസലം ദേവാലയത്തിൽ രക്ഷ കാത്തിരുന്ന ശമയോനും ഹന്നായിക്കും ആ രക്ഷ കാണാൻ കഴിഞ്ഞു. യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായും സ്വയം സമർപ്പിച്ച് കാത്തിരിക്കണം. ആട്ടിടയന്മാരെ പോലെ ലാളിത്യമുള്ളവരായിരിക്കണം. മാലാഖമാർ പറഞ്ഞത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു. കാരണം അവരുടെ മനസ്സിൽ വലിയ തത്വശാസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നിരക്ഷരകുക്ഷികളായ ആട്ടിടയന്മാർ, അവർ മാലാഖമാരുടെ, ദൈവദൂതന്മാരുടെ വചനം കേട്ടു. ഉടനെ തന്നെ പോയി കാലിത്തൊഴുത്തിലേക്ക്. അവിടെ അവനെ കണ്ടെത്തി. അതേ സമയത്ത് അന്നത്തെ വലിയ വലിയ ആൾക്കാരായിരുന്നെങ്കിൽ ഉടനെ ചോദ്യം തിരിച്ചു ചോദിക്കുമായിരുന്നു, ഒരു കാലിത്തൊഴുത്തിലോ രക്ഷകനോ? അങ്ങനെയെങ്കിൽ അവൻ എങ്ങനെ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനാകും? അങ്ങനെയെങ്കിൽ അവൻ എങ്ങനെ ദാവീദിൻ്റെ പുത്രനാകും? 110 സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്നുണ്ട്, അവനെ ദാവീദ് വിളിക്കുന്നത് എൻ്റെ കർത്താവേ എന്നാണ്. ഈശോ തന്നെ തൻ്റെ എതിരാളികളോട് ഒരു ചോദ്യം ഉന്നയിക്കും. ദാവീദിൻ്റെ മകനാണ് വരാനിരിക്കുന്ന മിശിഹായെങ്കിൽ എങ്ങനെ ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് വിളിക്കും? 110 സങ്കീർത്തനം 1-ാം വാക്യം അത് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണ് എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. എല്ലാവർക്കും അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ദാവീദിൻ്റെ പുത്രനാണെങ്കിൽ എങ്ങനെ ദാവീദ് തന്നെ അവനെ കർത്താവേ എന്ന് വിളിക്കും? എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആ മിശിഹ എങ്ങനെ ദാവീദിൻ്റെ പുത്രനാകും? യേശു പുൽത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ദാവീദിൻ്റെ പുത്രനായിട്ടാണ് ജനിച്ചതെന്ന് അംഗീകരിക്കാൻ അന്നത്തെ വലിയ ആൾക്കാർക്ക് ആർക്കും കഴിഞ്ഞിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ആ മാലാഖമാരുടെ വചനം സ്വീകരിക്കുകയുമില്ലായിരുന്നിരിക്കാം. പക്ഷേ ആട്ടിടയന്മാർക്കത് കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. വലിയ ജ്ഞാനമൊന്നുമില്ലായിരുന്നു. പാവങ്ങൾ പെട്ടെന്ന് വിശ്വസിച്ച് പോയി, കണ്ടു, ദൈവത്തെ രക്ഷകനെ കണ്ട് ആരാധിച്ചു. അതുപോലെ തന്നെ ജ്ഞാനികൾ, അവർ വലിയ ആളുകളായിരുന്നു, കിഴക്ക് നിന്ന് വന്നവർ. അവർ പക്ഷേ കാത്തിരിക്കുകയായിരുന്നു, അവൻ്റെ വരവിനെ കാത്തിരിക്കുന്നിരുന്നവർ. അവരവൻ്റെ നക്ഷത്രം കണ്ടപാടെ ഇറങ്ങി പോരുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. രക്ഷകനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നമ്മളുടെ കഴിവിലും നമ്മളുടെ സ്ഥാനമാനങ്ങളിലും നമ്മളുടെ സമ്പത്തിലും ഒതുങ്ങി നിൽക്കാതെ അവന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോഴേ അത് അവനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അവർ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും വിലപ്പെട്ടതെന്ന് തോന്നിയ കുറേ വസ്തുക്കളും എടുത്ത് ഈ രക്ഷകനെ കാണാനായിട്ട് പുറപ്പെടുകയാണ്. അവർ വന്ന് തിരിച്ചറിഞ്ഞു. കാലിത്തൊഴുത്തിൽ കിടന്ന ശിശുവിനെ കണ്ടു. ആരും പറഞ്ഞില്ല അവരോട്, പക്ഷേ അവർ അറിവുള്ളവരായിരുന്നു. ആ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രക്ഷകൻ തന്നെയാണെന്നുള്ളത്. അപ്പോൾ കേവലം അറിവില്ലാത്ത ആട്ടിടയന്മാർ മാത്രമല്ല, അറിവുള്ളവരും രക്ഷകനെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചറിയാനുള്ള അവരുടെ കാത്തിരിപ്പ്, അതിനുള്ള മനസ്സ് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജെറൂസലം ദേവാലയത്തിൽ കാത്തിരുന്ന ശമയോനും ഹന്നായിക്കും യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അവരും ഇതുപോലെ തന്നെയായിരുന്നു. വയസ്സായി, പക്ഷേ ഈ രക്ഷ കാണാതെ അവർ മരിക്കുകയില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അത് അനുസരിച്ച് അവർ കണ്ടു. എത്രയോ പേര് ജെറൂസലം ദേവാലയത്തിലൂടെ വന്നു പോയി കാണും. അവരാരും യോസേപ്പും മറിയവും കൊണ്ടുവന്ന ഈ ശിശുവിനെ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചത് 2 പേര് മാത്രം. അപ്പോൾ ഈ 2 പേർക്ക് മാത്രമേ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. കാത്തിരിക്കണം, ദൈവത്തോടൊപ്പം കാത്തിരിക്കണം. ജെറൂസലം ദേവാലയം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, സാന്നിധ്യമാണ് അവിടെയുള്ളത്.
അപ്പോൾ ദൈവത്തോടു കൂടി നിരന്തരമായിട്ട് ജീവിതകാലം മുഴുവൻ രക്ഷ കാത്തിരുന്നവർക്കാണ് ഈശോയെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. പിന്നീട് നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ സാൻഹെദ്രീൻ സംഘത്തിലെ തന്നെ അംഗങ്ങൾ ചിലർ കർത്താവിനെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്രകാരം തിരിച്ചറിഞ്ഞവർ എണ്ണത്തിൽ കുറവായിരുന്നു എന്ന് മാത്രം. ചുരുക്കത്തിൽ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതല്ല, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്താ എന്നുള്ളതല്ല, നമ്മുടെ കുടുംബ പശ്ചാത്തലം എന്താ എന്നുള്ളതല്ല, നമ്മളുടെ ജോലി എന്താ എന്നുള്ളതല്ല, നമ്മൾ കർത്താവിനെ മിശിഹായെ കാണാൻ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശിഷ്യന്മാർക്ക് പറ്റിയത് എന്താണ്? അവർ കാത്തിരുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള മിശിഹായായിരുന്നു? അവർ കാത്തിരുന്നത് ദാവീദിൻ്റെ പുത്രനായ രാജാവായി ജനിക്കുന്ന ഒരു മിശിഹായാണ് കാത്തിരുന്നത്. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. അവർ വിശ്വസിച്ചിരുന്നത് ശരി തന്നെയാണ്, ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് മിശിഹ പിറക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് പിറക്കുന്ന ഒരാൾ ദാവീദിൻ്റെ പുത്രനാണ്, ദാവീദ് രാജാവായിരുന്നു, അതുകൊണ്ട് ഈ പിറക്കുന്ന വ്യക്തിയും രാജാവ് തന്നെയായിരിക്കണം. അപ്പോൾ വരാനിരിക്കുന്ന രക്ഷകൻ രാജാവാണ്, ചക്രവർത്തിയാണ്, വെറുതെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നയാളല്ല. ഇങ്ങനെയുള്ള ചില ചിന്തകൾ അന്നത്തെ യഹൂദന്മാരിൽ ഒരു നല്ല ശതമാനത്തെയും ബാധിച്ചിരുന്നു. നമ്മുടെ അപ്പസ്തോലന്മാരും അതിൽ നിന്ന് വ്യത്യസ്തരൊന്നുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ യാക്കോബ് യോഹന്നാനും ഈശോയുടെ ആ ജീവിതത്തിൻ്റെ ഏതാണ്ട് അന്ത്യകാലഘട്ടത്തിൽ തന്നെ ചോദിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള വരം തരണം. അവരുടെ ചിന്തയിൽ യേശു രാജാവാണ്, രാജാവായിട്ട് രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് അതിനൊരു അവകാശമുണ്ട്, തങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് എന്നറിയിക്കുകയാണ് മന്ത്രിമാരായിട്ട്. ഇത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് നടക്കുന്ന വ്യക്തികൾക്കൊരിക്കലും യേശുവിനെ രക്ഷകനെ തിരിച്ചറിയാൻ കഴിയില്ല. ഈ തരത്തിലുള്ള ചിന്തകൾ വെച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും എല്ലാം ശിഷ്യന്മാർ നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. ഈ തിരിച്ചറിവില്ലായ്മ അന്നെന്ന പോലെ ഇന്ന് സംഭവിക്കാം. നമുക്ക് സമൂഹത്തിൽ യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നത് എവിടെയാണ്? നമ്മൾ അന്വേഷിക്കുന്നത് എവിടെയാണ്? പലപ്പോഴും കൊട്ടാരങ്ങളിലാണ്. അവിടെയൊന്നും യേശു ഉണ്ടാകണം നിർബന്ധമില്ല. യേശുവിനെ അന്വേഷിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന ആ സഹിക്കുന്ന ദാസൻ്റെ ചിത്രം, അതെപ്പോഴും മനസ്സിലുള്ളവർക്ക് രക്ഷകനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും ആ രാജാവായിട്ട്, ഭൗതികമായ അർത്ഥത്തിലുള്ള രാജാവായിട്ടല്ല മിശിഹ പ്രത്യക്ഷപ്പെടുക. അത് സഹിക്കുന്ന ദാസനെ പോലെ, കൊലക്കളത്തിലേക്ക് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങി ഒരക്ഷരം പോലും മിണ്ടാതെ നിശബ്ദനായിട്ട് നടന്നു പോകുന്ന, ആകാരഭംഗിയില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യമില്ലാത്ത ആ ഒരു സഹിക്കുന്ന ദാസനെ പോലെയുള്ള ഒരു മിശിഹായെ യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ യേശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട ആ വാചകങ്ങൾ അവർക്ക് മനസ്സിലായില്ല. ഈ സഹിക്കുന്ന ദാസനാണ് മിശിഹ എന്നുള്ള വസ്തുത. ഇത് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ കൂടിയ കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് കേവലം ഒരു ശാരീരികമായ ബാഹ്യമായിട്ടുള്ള നേത്രം കൊണ്ട് കണ്ട് തിരിച്ചറിയലിനെ കുറിച്ച് മാത്രമല്ല, അതിലുപരിയായിട്ട് അവർക്ക് ഈശോയുടെ ഈ മരണത്തെയും പീഡാനുഭവത്തെയും ഒന്നും രക്ഷകൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണ് അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവർ യേശുവിനെ മനസ്സിലാക്കിയപ്പോഴാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളും രക്ഷകനെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച് പറഞ്ഞിരുന്ന വചനങ്ങൾ ഈശോ ഓരോന്നായിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, നടക്കുന്ന വഴി തന്നെ. എന്നിട്ട് അവസാനം അവിടുന്ന് ചോദിക്കുന്നു, ഭോഷന്മാരെ, മിശിഹ ഇതെല്ലാം സഹിച്ചല്ലേ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? നിങ്ങൾ എത്രയോ പ്രാവശ്യം വചനം വായിക്കുന്നു, നിങ്ങൾ മോശയുടെയും പ്രവാചകന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നു, പക്ഷെ നിങ്ങൾക്കെന്തേ മനസ്സിലാകാതെ പോകുന്നത്? അവർക്ക് മനസ്സിലായി. എപ്പോഴാണ് മനസ്സിലായത്? ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുക മാത്രമല്ല, അവസാനം ആ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തെളിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇത് നമ്മുടെ കർത്താവാണ്. പക്ഷെ അവർ തിരിച്ചറിഞ്ഞപ്പോഴേക്കും കർത്താവ് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. എന്താ ഇതിലൂടെ പറഞ്ഞു വരുന്നത്? ഈ വചനങ്ങളെല്ലാം നയിക്കേണ്ടത് എവിടെയാണ് നമ്മളെ? അത് വിശുദ്ധ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്കാണ്,
വിശുദ്ധ ബലിയിലേക്കാണ്. അവിടേക്ക് ചെന്നെത്തുമ്പോൾ മാത്രമേ യേശുവിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. കേവലം വചനം വായിച്ചു എന്ന് വിചാരിച്ച് യേശുവിനെ തിരിച്ചറിയണമെന്നില്ല. ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ശിഷ്യരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു വേദിയിലാണ്, സ്വയം മുറിച്ചു കൊടുക്കപ്പെടുന്നൊരു വേദിയിലാണ് യേശു തിരിച്ചറിയപ്പെടുന്നത്. അതായത് ഇന്ന് യേശു തിരിച്ചറിയപ്പെടേണ്ടത് ഈ സമൂഹത്തിലാണ്. സഭ എന്ന് പറയുന്ന സമൂഹത്തിലാണ് യേശു തിരിച്ചറിയപ്പെടേണ്ടത്. അതിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് ആ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഉണ്ടാകണം. അവിടെ ആ വിശുദ്ധ കുർബാനയുണ്ടാകണം. അവിടെയാണ് യേശുവിനെ തിരിച്ചറിയേണ്ടത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഇനി ഈ സഭയോടുകൂടി ആയിരിക്കുന്നവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ചിലരൊക്കെ പറയും, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, പക്ഷേ ഈ സഭയെ സ്നേഹിക്കുന്നില്ല. അല്ലെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ അത് സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ യേശുവിൻ്റെ മൗതിക ശരീരമാണ് സഭയെന്ന് പറയുന്നത്. യേശു ഈ ശരീരത്തിൻ്റെ ശിരസ്സാണ്. ഈ ശിരസിനോട് മാത്രമല്ല, ഈ ശിരസിനെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ എന്താ കഥയുള്ളത്? ഒരു കഥയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സഭയോട് കൂടി ചേർന്നിരിക്കുന്നവർക്കാണ് യേശുവിനെ തിരിച്ചറിയാൻ കഴിയുക. അല്ലാത്തവർക്കൊരു സാധാരണ വ്യക്തി യേശുവിനെ ഇന്ന് അപ്പത്തിൻ്റെ രൂപത്തിലാണ് തിരിച്ചറിയുന്നത്, വീഞ്ഞിൻ്റെ രൂപത്തിലാണ് തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയാൻ ആർക്കാണ് കഴിയുക? കേവലം ഒരു അവിശ്വാസിക്ക് കഴിയില്ല. ഒരവിശ്വാസിയെ സംബന്ധിച്ച് ഒരു കഷ്ണം അപ്പമാണ്, ഒരല്പം വീഞ്ഞാണ്, അതിൽ കൂടുതലൊന്നുമില്ല. വിശ്വാസിക്കാണിത് കർത്താവായി തീരുക, കർത്താവിൻ്റെ ശരീരവും രക്തവുമായി തോന്നുക, അല്ലെങ്കിൽ അനുഭവപ്പെടുക. അപ്രകാരമുള്ള ആ ഒരു തിരിച്ചറിയലാണ് ഇന്ന് സംഭവിക്കേണ്ടത്. അപ്പോൾ വചനം ശ്രവിക്കുന്ന നമ്മൾ, വചനം വായിക്കുന്ന നമ്മൾ, ആ വചനം നമ്മളെ ഇപ്രകാരമുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് നയിക്കണം. കേവലം ഒരു ബൈബിൾ അടിസ്ഥാനമായിട്ടുള്ള ആ ജീവിതം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം, ബൈബിൾ എഴുതപ്പെട്ട വചനം അതിനകത്ത് എല്ലാം ഇല്ല. വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ പല സ്ഥലത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സഭയ്ക്ക് എഴുതുമ്പോൾ പറയും, നിങ്ങൾ ഈ ലേഖനം നിങ്ങളുടെ അടുത്തുള്ള സഭയ്ക്ക് കൊടുക്കണം, അവരും വായിക്കണം. ഇത് അവർക്ക് എഴുതിയ ലേഖനം നിങ്ങളും വായിക്കണം. ഇപ്രകാരം എഴുതിയ എല്ലാ ലേഖനങ്ങളൊന്നും ഈ നമ്മുടെ വിശുദ്ധ ബൈബിളിലില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എല്ലാ കാര്യങ്ങളും ഈ ബൈബിളിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കരുത്. കർത്താവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതിന്ന് ബൈബിളിലില്ല. അത് നമ്മുടെ ഈ സഭയിലാണ് കണ്ടെത്തുക. സഭയിലെ വിശ്വാസത്തിലാണിത് കണ്ടെത്തുക. ഒരുപാട് കാര്യങ്ങൾ ഇപ്രകാരം ഈ എഴുതപ്പെട്ട വചനത്തിൻ്റെ മേൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയതല്ല. അന്ന് അപ്പസ്തോലന്മാർ യേശു പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി വളർന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിനെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും നമുക്ക് സഭയിലെ കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. മറ്റതെല്ലാം ഭാഗികമായിട്ടുള്ള തിരിച്ചറിയലുകളായിരിക്കും. കർത്താവിനെ നമ്മൾ കണ്ടെത്തേണ്ടത് ഇപ്രകാരം ഈ സഭയിലാണ്. ആ സഭയിലൂടെ മാത്രം നമുക്ക് അവിടുത്തെ തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിവിലേക്കാണ് നമ്മളുടെ ഈ ക്രൈസ്തവ ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത്. അപ്രകാരം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വഴി മാറിപ്പോകും, വഴിതെറ്റിപ്പോകും. ഈ തിരിച്ചറിവ് അത് നമുക്കുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ആ യേശുവിനെ കാത്തിരുന്നവർ കണ്ടെത്തിയവർ ചെയ്തതുപോലെ ആട്ടിടയന്മാരെ പോലെ ലാളിത്യമുള്ളവരായിരിക്കുക. അതുപോലെ ആ വിജ്ഞാനികളെ പോലെ കാത്തിരിക്കുക. തങ്ങളുടെ സമ്പത്തിലും തങ്ങളുടെ പഠിപ്പിലുമൊക്കെ ആശ്രയം വയ്ക്കാതെ മിശിഹായെ കാത്തിരിക്കുക. ദൈവാലയത്തിൽ ദൈവത്തോടു കൂടിയായിരുന്ന ശിമയോനെ പോലെ, ഹന്നായെ പോലെ എപ്പോഴും അവിടെ ദൈവത്തോടു കൂടിയായിരിക്കുക. പ്രസാദപരത്തിൻ്റെ അവസ്ഥയിലായിരിക്കുക, പാപമില്ലാത്ത അവസ്ഥയിലായിരിക്കുക. അതുപോലെ മറ്റൊന്നും നേടാനില്ല, അല്ലെങ്കിൽ മറ്റൊന്നും നേടിയിട്ട് കാര്യമില്ലെന്ന ചിന്തയോടുകൂടി ദൈവത്തെ നേടാനായിട്ട് ദൈവത്തോടു കൂടിയായിരിക്കുക. ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ മിശിഹായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതല്ലെങ്കിൽ ആ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഗതിയായിരിക്കും നമുക്കുണ്ടാവുക. സ്നേഹമുള്ളവരുടെ, നമുക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയട്ടെ. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും, നമ്മുടെ കഷ്ടപ്പാടും ദുരിതത്തിലുമെല്ലാം യേശുവിനെ തിരിച്ചറിയാൻ കഴിയണം. ആ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന സഹിക്കുന്ന ദാസൻ്റെ ചിത്രം, അതിലൂടെ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുന്ന ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവരായിത്തീരുക, ക്രിസ്തു അനുയായികളായിത്തീരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.